സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം, ഞങ്ങൾ കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. കണ്ണിലും കരളിലും കൂരിരുൾ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം. കണ്ണിലും കരളിലും കൂരിരുൾ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം. ഇനിയൊരു ജന്മം തന്നിടുമോ? ഇനിയൊരു ജന്മം തന്നിടുമോ? ഈ നിറമാർന്ന ഭൂമിയെ കാണാൻ, കനിവാർന്നൊരമ്മയെ കാണാൻ. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം, ഞങ്ങൾ കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ. ഈ കുട്ടി മരിച്ചിട്ടില്ല സാർ. കർത്താവേ, ശരിയാണ് സാർ. Take her to the hospital immediately. Okay. Come on. Alexander. Sir.
Send all these bodies for postmortem at an earliest. Sir. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ Yes, ഓഫീസിലുണ്ടാവും. sir. Okay. Sir. ഈ കൂട്ടക്കൊലപാതകത്തെ കുറിച്ച് ഡിജിക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്കും അറിയാം. അന്വേഷണത്തിന് ഫർദർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ അപ്പോൾ അറിയും. പോലീസ് നായ മണം പിടിച്ച് സെക്രട്ടേറിയറ്റ് പിന്നിലുള്ള കോളനിയിലേക്ക് ഓടിയെന്ന് കേട്ടു. അതെ, അന്വേഷണം തുടരുകയാണ്. ഓക്കെ. യെസ്, ഗോമസ് ഹിയർ. ഈസ് ഇറ്റ് ട്രൂ? ശരി, ഉടനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവനെ ഇവിടെ കൊണ്ടുവരുന്നവരെ ന്യൂസ് വെളി പോരുത്. ആ, സംശയിച്ച പോലെ തന്നെ കോളനിയിൽ നിന്ന് പ്രതിയെ പൊക്കിയിട്ടുണ്ട്. എങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റവനും ഉണ്ടാവും, ആ രാമനാഥൻ. ഇന്നലെ അവൻ ആന്റണിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാ, വെട്ടി നുറുക്കിക്കളയുമെന്ന്. തൽക്കാലം രാമനാഥനകത്തേക്ക് കയറണ്ട. സാർ, മതിയായില്ലേ നിനക്ക്? എന്റെ കുടുംബത്തെ മുഴുവൻ വെട്ടി നോക്കിയിട്ട് അവരെ ശവം തിന്നാൻ വന്നിരിക്കുകയല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. കാര്യം കുഴപ്പക്കാരനാണെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് നീചനാന്ന് ഇപ്പഴാ മനസ്സിലായി. സാർ ഒന്ന് തെളിച്ചു പറയണം സാർ. തന്റെ ഒത്താശയില്ലാതെ കോളനി തെണ്ടികൾക്ക് എന്റെ അനുജനെയും കുടുംബത്തെ കൊല്ലാൻ കഴിയുമോ? പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചുകൂട്ടാ, ഞാനാ കൊന്നത്, എല്ലാത്തിനും ഞാൻ കൊന്നു. എന്തിന്? അപ്പു പറഞ്ഞിട്ടാ. ഇതേവരെ കണ്ണു തുറന്നിട്ടില്ല, ഇടയ്ക്ക് തലയൊന്ന് അനക്കും. ആ സമയത്ത് അവ്യക്തമായൊരു പേര് ഉച്ചരിക്കുന്നുണ്ട്. അപ്പൂന്ന് മറ്റാണെന്ന് തോന്നുന്നു. ഹാവ് യു ഹാഡ് ദാറ്റ് നെയിം? യെസ്. ഹു ഇസ് ദാറ്റ്? അപ്പോ ഡെയ്സി സ്നേഹിച്ചിരുന്ന പയ്യനാ. അവൻ ഈ മേർഡറിൽ പങ്കുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. എന്തായാലും അപ്പൂനെ ഒന്ന് വരുത്തിയാൽ അയാളുടെ സാന്നിധ്യത്തിൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഒളിവില. നീ ഇവിടെയും വന്നോ? ഞങ്ങളുടെ കുഞ്ഞിന്റെ തൊണ്ടക്കുഴിയിൽ കുറച്ച് ജീവൻ ബാക്കിയുണ്ട്, അതുകൂടെ വേണമായിരിക്കും നിനക്ക്. എന്നാ പിന്നെ തെളിവ് മൊത്തം കൂടെ നശിപ്പിക്കാമല്ലോ. പറഞ്ഞു വിടറ തമ്മാടിയാ, ഇല്ലെങ്കിൽ തന്റെ ആശുപത്രി പൂട്ടിക്കും ഞാൻ. അരിയും തന്ന ആശാരിച്ചും കടിച്ചിട്ട് പിന്നെയും പട്ടിക്കും മുറിർപ്പാ. ഇവൻ പോലീസ് കമ്മീഷണർ അല്ല, പേപ്പട്ടിയാ. പറയടാ, നീ തന്നെയാണ് ആറ്റു ആന്റണിയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത്, അതോ നിന്നെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയിപ്പിച്ചതാണ്? അല്ല. അപ്പു പറഞ്ഞിട്ടാണ് നീ ആ കൂട്ടക്കൊല നടത്തിയതല്ലേ? കൊലപാതകം നടത്താൻ നിന്നെ സഹായിച്ചത് കമ്മീഷണർ രാമനാഥ്. നീ പോലീസിൽ പറഞ്ഞ മൊഴി ഞാൻ വായിച്ചു. നിന്നെയും അപ്പുവിനെയും ആ ചേരിയിലെ നൂറുകണക്കിന് പാവങ്ങളെയും സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ തീറ്റിപ്പോറ്റിയതിന് സാറിന് കൊടുത്ത പ്രതിഫലമാണിതല്ലേ? പറടാ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? പറയോ ചൂട്ടാ, നിന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ സംഭവിച്ചു?
ഞാനും എല്ലാരെയും കൊന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാരെയും കാണിച്ചു കൊടുത്തല്ലോ. പോലീസിനോട് ഞാൻ പറഞ്ഞ മുഴുവൻ സത്യ. എല്ലാത്തിനെയും ഞാൻ കൊന്നു എല്ലാത്തിനെയും. അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അവനെ ചോദ്യം ചെയ്ത് മൊഴിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശമുണ്ടോ? താൻ ഇവിടെ വന്ന് അവനെ കണ്ടത് തന്നെ തെറ്റ്. തനിക്ക് അതിനുള്ള അധികാരമില്ല. ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആളാണ് കമ്മീഷണർ രാമനാഥൻ. കേസ് അന്വേഷണത്തിന് ചുമതല എനിക്കും ഡിവൈഎസ്പി സിദ്ധാർത്ഥനുമാണ്. മേലിൽ ഈ കേസിന്റെ യാതൊരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. വാർത്തകൾ വിശദമായി. പ്രമാദമായ ആറ്റുവ കൂട്ടക്കൊലയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡെയ്സിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഈ കേസിൽ ഒട്ടേറെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രഗത്ഭ നിയമവിദഗ്ധർ തലസ്ഥാനത്ത് അഭിപ്രായപ്പെട്ടു. തീർച്ചയായും ഇത് പോലീസിന്റെ കള്ളക്കളിയാണ്. മർഡറിനെ സംബന്ധിച്ചുള്ള പോലീസ് ഭാഷ്യത്തിൽ വസ്തുതാപരമായി ഒട്ടേറെ പെശകുകളുണ്ട്. ഈർക്കിലി പോലിരിക്കുന്ന ഒരാൾ 6 പേരെ കൊല ചെയ്തു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. പൗരസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീ TP നാരായണൻ കൺവീനറായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊല ആസൂത്രിതമാണ് എന്ന് മാത്രമല്ല പല ഉന്നതന്മാർക്കും പങ്കുമുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന ആന്റണിയുടെ മകൾ ഡെയ്സിയെ കൊല്ലാനും ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതോടെ തെളിവുകളെല്ലാം നശിക്കുമല്ലോ. എന്തായാലും ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. അവന്റെ അമ്മയുടെ ആക്ഷൻ കൗൺസിലും മറ്റേ കൗൺസിലും. എക്സ്ക്യൂസ് മീ, ആറ്റുവ കൊലക്കേസിൽ രക്ഷപ്പെട്ടൊരു കുട്ടിയില്ലേ, അത് ഏത് വാർഡിലാണ് കിടക്കുന്നത്? E6. ഓ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം എവിടെ? ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ. വരട്ടെ. എന്ത് പറ്റി മാഡം ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ? വെറുതെ ഒന്ന് കാണാന്ന് കരുതി. സന്തോഷം, ഇരിക്കെ. എന്താ പരുക്കനും രാക്ഷസനുമായ പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള ആവേശമൊക്കെ കെട്ടടങ്ങിയോ? അതോ കൊലപാതക കേസിൽ പ്രതിയായി സംശയിക്കുന്ന ഒരാളോട് അത്രയ്ക്ക് അടുപ്പം വേണ്ട എന്ന് വിചാരിച്ചോ? അടുപ്പം കൂടുതൽ വേണ്ടാന്ന് വെച്ച സത്യമാ. പക്ഷെ അത് സ്നേഹം കൊണ്ട് തന്നെയാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടരുത്. മനസ്സിലായില്ല. അത് വഴിയേ മനസ്സിലാവും. താനൊന്ന് തെളിച്ചു പറ. ഒന്നാമതിവിടെ മനുഷ്യൻ തീ നിൽക്കാണ്. തൽക്കാലം അതിനൊരു ആശ്വാസമായിട്ടാ ഞാൻ വന്നത്. എന്റെ കൂടെ അപ്പു ഉണ്ട്. എവിടെ നിന്ന് കിട്ടിയവനെ? അതൊക്കെ പറയാം. ആൾ എന്റെ കാറിലുണ്ട്. പത്രോസേ, ആ ഡ്യൂട്ടി നിൽക്കുന്ന കോൺസ്റ്റബിൾ കാണാതെ അപ്പുവിനെ കാറിൽ നിന്ന് ഇറക്കണം. അവൻ കണ്ടാലും കുഴപ്പമില്ല, നീ പോയി വിളിച്ചോണ്ടോ. ദേ, അപ്പുവിനെ വഴക്കൊന്നും പറയരുത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പേടികൊണ്ട് അവൻ ഒളിവിൽ പോയത്. ഭാഗ്യത്തിന് പോലീസിന്റെ പിടിപ്പെടാതെ എന്റെ കൈ കിട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര ധൃതി? ധൃതിയുണ്ട്. 1-2 സ്ഥലത്ത് പോണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മാലതിയോട് പറഞ്ഞോളാം. മാലതിയോടോ? അതെ, ഞാൻ പോട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരട്ടെ. സത്യമായിട്ട് എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കാരണം സാർ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം.
ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഡേയ്സിയെ സ്നേഹിച്ചു എന്നല്ലാതെ എന്റെ ദൈവത്തെ പോലെ ഞാൻ കരുതിയ സാറിനോട് പോലും ഞാനൊന്നും അങ്ങനെ കയർത്ത് പറഞ്ഞത് ഡേയ്സിയെ കിട്ടില്ലെന്നറിഞ്ഞ വിഷമം കൊണ്ടാ. എന്നോട് പൊറുക്കണം. കരയണ്ട. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്നെ അറിഞ്ഞില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ശരി, ന്യായം നിന്റെ ഭാഗത്താണെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ ഞാൻ രക്ഷിച്ചേനെ. പക്ഷേ എന്നോട് പോലും പറയാൻ നീ മുങ്ങില്ലേ? അതെന്തിനാ? കൊച്ചൂട്ടൻ കുറ്റം സമ്മതിച്ചു എന്നും എനിക്കെതിരെ മൊഴി കൊടുത്തു എന്നും കേട്ടപ്പോ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് എഴുതി പോയതാ, എവിടെയെങ്കിലും പോയി ചാവാൻ. പക്ഷെ എന്റെ ഡേയ്സി ജീവിച്ചിരിപ്പണമെന്ന് പത്രത്തിൽ വാർത്ത കണ്ടപ്പോ അവളെന്ന് കാണണമെന്ന് തോന്നി. ദൈവത്തോർത്ത് അവളെന്ന് കാണാൻ സാറിന് അനുവദിക്കണം. ഡെയ്സിയെ കാണാൻ ചെന്ന സാറിനെ ആശുപത്രിയിൽ നിന്ന് പോലും അവർ ഇറക്കി വിട്ടു. കൊലപാതകത്തിൽ സാറിനും പങ്കെടുന്ന അവർ പറയുന്നത്. നിന്നെ കണ്ടാൽ ഒരു പക്ഷേ ഡേയ്സിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബോധാവസ്ഥയിൽ നിന്റെ പേര് വിളിച്ചു പറയുന്നതാണ് ഡോക്ടർ പറയുന്നത്. ഡെയ്സിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ സത്യം മുഴുവനും പുറത്തു വന്നേനെ. അപ്പുവിന്റെ മോഹം കണ്ട ഡെയ്സി തിരിച്ചറിയുന്ന എനിക്ക് തോന്നണത്. അതിന് ഞാൻ നോക്കിയിട്ടൊരു വഴിയും കാണുന്നില്ല. സാറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഡോക്ടർ ഐസക്? അതുകൊണ്ടെന്താ അവള് കിടക്കുന്നത് ഗോമസിന്റെയും കൂട്ടരുടെയും പോലീസ് പ്രൊട്ടക്ഷനിലല്ലേ? സാർ ഐസക് ഡോക്ടർ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. ആരും അറിയാതെ അവിടെ കയറുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ മാലതിയെ കണ്ട് യാത്ര പറയാൻ വന്നതാ. തിങ്കളാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കയ്ക്ക് തിരിച്ചു പോവാ. ഇത്ര പെട്ടെന്നോ? ഇനി തിരിച്ചു പോകുന്നില്ലെന്നാണല്ലോ അന്ന് പറഞ്ഞത്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചു. രാമേട്ടനോട് പറഞ്ഞോ? ഇല്ല, ഇപ്പൊ കണ്ടിരുന്നു, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം പറഞ്ഞാ മീര കേക്കുവോ? എന്താ? അപ്പു എന്നോട് ചിലത് പറഞ്ഞിരുന്നു. രാമേട്ടനും മീരയും നല്ല ഫ്രണ്ട്സ് ആണെന്നും രാമേട്ടന്റെ മനസ്സിൽ അതിൽ കവിഞ്ഞ എന്തോ ഒരടുപ്പം മീരയോടുണ്ടെന്നും ഒക്കെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതോർത്ത് മാലതി വിഷമിക്കണ്ട. ഞാനിനി കമ്മീഷണറെ കാണുക പോലുമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പുറമെ അട്ടഹസിക്കുമെങ്കിലും ചേച്ചിയുടെ മരണശേഷം രാമേട്ടന്റെ ഉള്ളിൽ തീയായിരുന്നു എന്ന് എനിക്കറിയാം. സ്വല്പമെങ്കിലും അതിന് ആശ്വാസം നൽകിയത് മീരയുടെ സാമീപ്യമാണ്. കഴിയുമെങ്കിൽ എന്റെ രാമേട്ടനെ രക്ഷിക്കണം. മീര ഉടനെ തിരിച്ചു പോകുമെന്നറിഞ്ഞാൽ രാമേട്ടന് വിഷമം തോന്നും. അപ്പൊ മാലതിയുടെ മനസ്സിൽ രാംനാഥ് സാർ ഇല്ലേ? ഇല്ലെന്നോ? എന്റെ ദൈവ രാമേട്ടൻ. എന്റെ അച്ഛനും ചേട്ടനും എല്ലാം രാമേട്ടനാ. രാമേട്ടനും മീരയും ഒന്നിച്ച അതിൽ കൂടുതൽ എനിക്കൊരു സന്തോഷവുമില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. ചെയ്യോ? ഇതിനകത്ത് എവിടെ ചെന്ന് അന്വേഷിക്കുന്നത്? ഐസക്കിനെയോ മായയോ കണ്ടാൽ മതിയെന്നല്ലേ സാറ് പറഞ്ഞത്? സാർ, പേഷ്യന്റിനെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം. എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കൂ ഡോക്ടറെ. എല്ലാം ശരിയാവും, വിഷമിക്കണ്ട. പേഷ്യന്റിനെ എവിടെ കൊണ്ടുപോയാലും തന്റെ ശ്രദ്ധ ഉണ്ടാവണം സർ. ഡേസി നോക്കി, നിന്റെ അപ്പു വന്നിരിക്കുന്നു. ഡേയ്സി, 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 ഏയ് മോളെ. ഡേയ്സി, ഞാൻ അപ്പുവാ. എന്തൊന്നും മിണ്ടാത്തേ? ഡേയ്സി, 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 കണ്ണോർക്ക് ഡേയ്സി. ഏയ്, Don't be silly. ഡോക്ടർ, ദയവ് ചെയ്ത് എന്റെ ഡേയ്സിയെ. അവൾക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എല്ലാം നമ്മൾ ദൈവത്തിന് വിടുക. തൽക്കാലം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തിരിച്ചു പോകണം. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരേണ്ടി വരും. അത് ഞാൻ കൊണ്ടുവന്നോളാം ഡോക്ടർ. പോട്ടെ ഡോക്ടർ.
വരട്ടെ ഡോക്ടർ. ശരി. അയ്യോ താടി, എടാ താടി ഇപ്പൊ കുടുങ്ങിയേനെ. ഒട്ടിച്ചേ തലയിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്ഛന്മാരെന്താ ഇവിടെ? വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ. ആറ്റുവ കൂട്ടക്കൊലയ്ക്ക് CBIക്ക് കൈമാറുക. മുഖ്യമന്ത്രി രാജിവെക്കുക. പോലീസ് തീരുമാനിക്കുക. 40-40 വർഷമായിടോ ഞാൻ എന്റെ ഈ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ട്. ഇന്നേ വരെ ഇതുപോലൊരു കാര്യത്തിന് പൊതുജനം കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിക്കാനോ പ്രകടനം നടത്താനോ ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കുള്ള ആകെ സമ്പാദ്യം എന്റെ പൊതുജീവിതത്തിലെ സംശുദ്ധി മാത്രമാ. അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല. പുറത്ത് ജനങ്ങൾ കാട്ടുന്ന വികാര പ്രകടനങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോടോ? ആറ്റുവ കൊലക്കേസ് അന്വേഷണം നിർജ്ജീവമാണെന്ന് ആക്ഷൻ കൗൺസിലുകൾ ആരോപിക്കുന്നതിൽ കാര്യമില്ലേ? ശ്രീ DGP, എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? എനിക്കതറിയണം. സർ, പ്രതി കൊച്ചുകുട്ടൻ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവൻ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അവനെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിച്ച പ്രധാന പ്രതി അപ്പുവിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന്റെ കൈപ്പെട്ട അവൻ തന്ത്രപരമായി ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അത്ര മിടുക്കന്മാരാ നിങ്ങളുടെ പോലീസുകാരല്ലേ? പോലീസുകാരുടെ കുഴപ്പം മാത്രമല്ല സർ, ആ ക്രിമിനലിനെ സംരക്ഷിച്ചിരിക്കുന്നതും ഒളിപ്പിച്ചിരിക്കുന്നതും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ചിലർ തന്നെയാണ്. ആരെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? കമ്മീഷണർ രാമനാഥൻ. അയാളും അപ്പുമായുള്ള അതിരുകവിഞ്ഞ റിലേഷൻ അങ്ങാടിയിൽ പാട്ടാണ് സർ. ചേരിയിൽ ഒരു അധോലോക സംഘം തന്നെ അയാൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ കൊലപാതകങ്ങളുടെ സൂത്രധാരനും രാമനാഥനാണെന്ന് കൊച്ചുകുട്ടന്റെ മൊഴിയിൽ സൂചനയുണ്ട്. കേസിന്റെ ചുമതല എനിക്കും DYSP സിദ്ധാർത്ഥനുമാണെങ്കിലും പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് തുടരുമ്പോൾ എങ്ങനെയാണ് സാർ കേസ് അന്വേഷണം സുഗമമായി നടക്കുക? എന്താണ് ഇതിനൊരു പരിഹാര മാർഗം? കമ്മീഷണർ രാമനാഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം. കേസ് അന്വേഷണം കഴിയും വരെയെങ്കിലും. ഏതായാലും ഒരു കൊലക്കേസിന്റെ പേരിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകരാൻ ഞാൻ അനുവദിക്കില്ല. കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ അയാളെ സസ്പെൻഡ് ചെയ്തേ തീരുമെങ്കിൽ സസ്പെൻഡ് ചെയ്യണം. ഗുഡ് മോർണിംഗ്. ചെല്ലേ DGP കാത്തിരിക്കുക. തിരിച്ചു വരുമ്പോൾ ആ മുഖം ഒന്ന് കാണേണ്ടത്. അങ്ങനെ നാഴികക്ക് 40 വട്ടം മുഖവും തരവും മാറുന്നവനല്ല രാമനാഥൻ. ഈ തൊപ്പിയങ്ങ് തെറിച്ചു പോയാലും ശരി, എനിക്കിട്ട് പണിയാൻ വരുന്നവനെ നടുറോട്ടി പിടിച്ചു നിർത്തി കരണക്കുറ്റി അടിച്ചു പൊളിക്കാനുള്ള കരുത്തി കൈകൊണ്ട്. കാണോ എനിക്ക്? കാണോ സർ? മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. രാംനാഥൻ ഇരിക്കെ. വേണ്ട സർ. ഇരിക്കടോ. മിസ്റ്റർ രാമനാഥൻ, എങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. സാറിന് പതിവില്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആറ്റുവ കൊലക്കേസ് ശരിക്കും ഒരു തലവേദനയായി അല്ലേ സർ? ഡെഫിനറ്റ്ലി അതൊരു തലവേദന മാത്രമായിരുന്നു ഇന്നലെ വരെ. ബട്ട് ഇന്നിപ്പോ അതെന്റെ സ്വകാര്യമായൊരു ദുഃഖം കൂടിയാവുകയാണ്. എങ്കിൽ സാറിന്റെ ടെൻഷൻ മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ചുമതല എനിക്കല്ലെങ്കിലും കൊലക്കുറ്റ എന്റെ തലയിൽ ചാർത്തിത്തരാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്ന സ്ഥിതിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യം എന്റെ ആണല്ലോ സർ. അതുകൊണ്ട് ഒരു കോൺഫിഡൻഷ്യൽ എൻക്വയറി ഞാനും നടത്തി. പോലീസിനെ പേടിച്ച് കൊച്ചുകുട്ടന്റെ കുടുംബം ഒളിവിലാണെന്നാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വ്യാഖ്യാനം. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് സർ.
കഴിഞ്ഞ ദിവസം കൊച്ചുകുട്ടന്റെ അച്ഛന്റെ പേരിൽ മൂന്നാറിൽ 150 ഏക്കർ എസ്റ്റേറ്റും ഒരു ബംഗ്ലാവും രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റിന്റെ കോപ്പിയാണ് സാർ. ചേരിയിലെ അത്താഴപ്പട്ടണിക്കാരായ കൊച്ചുകുട്ടന്റെ കുടുംബം ഒരു പുലർച്ചയ്ക്ക് എങ്ങനെയാണ് സാർ കോടീശ്വരന്മാരാവുന്നത്? ദാറ്റ് മീൻസ് കൊലക്കുറ്റം ഏറ്റെടുത്തിന് കൊച്ചുകുട്ടൻ ആരോ കൊടുത്ത പ്രതിഫലമാണ് ആ എസ്റ്റേറ്റ്. അപ്പോ പ്രതി വേറെ ആരോ ആണ്. എനിവേ കൺഗ്രാറ്റുലേഷൻസ് രാമനാഥൻ. താങ്ക് യു സർ. ബട്ട് ഐ ഹാവ് എ റിക്വസ്റ്റ്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഗുരുസ്ഥാനത്താണ് ഞാൻ അങ്ങേ കാണുന്നത്. അതുകൊണ്ട് അപേക്ഷിക്കാൻ ആറ്റുവ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്ക് വിട്ടുതരണം. എന്റെ ജീവൻ ബലികൊടുത്തായാൽ പോലും യഥാർത്ഥ കുറ്റവാളികളെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇത് രാമനാഥന്റെ വാക്കാണ് സർ. വാക്ക് മാത്രമല്ല സർ, ഒരു വാശി കൂടിയാണ്. ഫോർ ദാറ്റ് യു ഹാവ് ടു കൺവിൻസ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഗെറ്റ് ദ നെസസറി ഓർഡർ സർ, പ്ലീസ്. താങ്ക് യു സർ. ഓക്കെ. ഇവര് നമ്മളെക്കാൾ ഒരു മുഴ മുമ്പേ ഏറെ തുടങ്ങിയല്ലോ ഗോപകുമാറെ. എന്താടോ തനിക്കിവിടെ കാര്യം? കൊച്ചുകുട്ടനെ ബംഗ്ലാവ് വാങ്ങിയെന്നോ അവന്റെ അച്ഛനും അമ്മയും ഇവിടെയാണ് താമസമെന്നോ ഒക്കെ ഒരു ശ്രുതി പറഞ്ഞിരുന്നല്ലോ. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നാ. ഏതോ തന്തയ്ക്ക് പറക്കാത്ത ചുമ്മാ പറഞ്ഞുണ്ടാക്കിയാ സാർ. ഇവിടെ അങ്ങനെ ആരും താമസമില്ല സാറേ. ഇതിനകത്ത് ആടുമില്ല പൂടിയില്ല. 1 വർഷമായി പൂട്ടിക്കെടുക്കുക. ആട്ടെ, ഇതൊക്കെ അന്വേഷിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്ത് ചോദ്യമാ സാറേ ഇത്? മർഡർ കേസിന്റെ അന്വേഷണ ചുമതല അഡീഷണൽ DGPക്ക് എനിക്കും അല്ലേ സാർ? അന്വേഷണ ചുമതല നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റിയ വിവരം അറിഞ്ഞില്ലല്ലേ? മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ല. കള്ളം പറയുന്നോ? താൻ അറിഞ്ഞല്ലേ? അറിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ടും വന്നത് അന്വേഷിക്കാനല്ല, അന്വേഷണം വഴിമുടക്കാനാണല്ലേ? പത്രോസേ സാർ, അയാളെ കൊണ്ടുവാ. ഇതിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ ഗോപിനാഥൻ നായർ. നായരെ, 1 വർഷമായിട്ട് ഈ വീട് പൂട്ടിക്കിടക്കണോ? ഇല്ല സാർ, ഈയിടെയാണ് പ്രായമായ ഒരു തന്തയും തള്ളയും 4 പെൺമക്കളും കൂടി ഇവിടെ താമസത്തിന് വന്നത്. അവരിവിടെ തന്നെ താഴെ ഒരു 150 ഏക്കർ എസ്റ്റേറ്റ് മേടിച്ചു. എന്നിട്ട് അവരെവിടെ? ഇന്ന് രാവിലെ ജീപ്പിലും ലോറിയിലുമായി വന്നവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? അതെനിക്കറിയില്ല സാർ. എങ്ങോട്ടാടോ അവരെ കൂട്ടിക്കൊണ്ടുപോയത്? ഞങ്ങൾക്കറിയില്ല. തനിക്കറിയില്ല പൊന്നം. പരസ്യമായി ഇവിടെ വെച്ചിട്ട് തന്ന് തന്നെ കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പോലീസിന്റെ കുപ്പായിട്ടുണ്ടാണോ എഴുന്നള്ളിരിക്കുന്നത്. എവിടെ വീടിന്റെ താക്കോല്? എനിക്കറിയില്ല. അറിയില്ലേ? പിന്നെ ഇതെന്താടോ കോപ്പേ? ഗോപകുമാർ സാർ, ഓപ്പൺ ദി ഡോർ. യെസ് സാർ. തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടോ. തെരുവിൽ എച്ചിലിനൊക്കെ ജീവിക്കുന്ന കൊടിച്ചിപ്പട്ടികൾക്ക് തന്നെ കിടക്കാൻ അന്തസ്സുണ്ട്. ഏതായാലും തന്നെ ഏമാനൊന്ന് പോയി പറഞ്ഞേക്ക്, കൊച്ചുകൂട്ടന്റെ അച്ഛനെ അമ്മയും മാറ്റി പാർപ്പിച്ചുകൊണ്ടൊന്നും ഈ കേസിലെ പ്രതി രക്ഷപ്പെടില്ലെന്ന്. അവൻ ലോക്കപ്പിൽ കിടന്ന് തൊലഞ്ഞതിന് താനെന്തിനാ എന്റെ മുഖത്ത് കയറി ഇറങ്ങാൻ വരുന്നത്? പ്രതികൾ ലോക്കപ്പിൽ കിടന്ന് കഴിവേറുന്നത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. കഴിവേറിയതല്ല സാർ, കഴിവേറ്റിയതാണ്. കൊച്ചുകുട്ടനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിന് ഞാനെന്താ വേണോടോ? കൊലപാതകമാണെങ്കിൽ ജയിലിൽ പാറാവ് നിന്നവന്റെ മേക്കിട്ട് കയറ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിയാണ് സാർ, പക്ഷേ പാറാവ് നിന്ന ഉദ്യോഗസ്ഥൻ ഒടുവിലാണ്. വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാൾക്ക് ഇതേപ്പറ്റി ഒരു ചുക്കും അറിയില്ല. പിന്നെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അത്താഴപ്പട്ടണിക്കാരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവുന്നല്ലാതെ കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര തന്ത്രപരവും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമണ്ട ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിയല്ലേ സർ? ഇനി അതും ഞാൻ തന്നെയാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സോറി മിസ്റ്റർ ഗോമസ് അലക്സാണ്ടർ, ഇക്കാര്യത്തിൽ എനിക്ക് താങ്കളെ സംശയമുണ്ട്. നിർത്തണോ റാസ്കൽ? നിർത്താവടോ. പ്രതി കൊച്ചൂടന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തും മുമ്പ് DYSP സിദ്ധാർത്ഥനെയും സർക്കിൾ ഇൻസ്പെക്ടർ രാജനെയും അയച്ച് അവരവിടെ നിന്ന് മാറ്റിയതാണല്ലേ? നോൺസെൻസ്. തന്റെ കൂടി ചമ്മടത്തിൽ ആര് പറഞ്ഞു? തന്റെ എച്ചിൽ നിന്ന് കൊടുത്ത ആ വാലാട്ടിപ്പട്ടികൾ തന്നെ ഇനി നിഷേധിക്കാവോ? ചെറ്റത്തരം പറയുന്നോ? കേസ് അന്വേഷണത്തിന് ചുമതല കൈ കിട്ടിയെന്ന് വിചാരിച്ച് ആരോട് എന്തും പറയാമെന്ന് എന്തും ചെയ്യാമെന്നും കരുതരുത്. മുഖ്യമന്ത്രിയുടെ മോടെ ശീലയെ അടിപ്പാവടെ അലക്കി തേച്ച് കൊടുത്തതിന്റെ മിടുക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പുറത്ത് കുതിര കയറാനുള്ള ലൈസൻസ് ആക്കി മാറ്റരുത്.
സൂക്ഷിച്ച് സംസാരിക്കണം. മേലാഫീസറാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല. കണ്ട ചീഞ്ഞ രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തര നാക്കി കൊടുത്ത് തേഞ്ഞു പോയ തന്റെ ഈ നാക്കുണ്ടല്ലോ, അത് പൊറിച്ചെടുത്ത് സ്റ്റഫ് ചെയ്ത് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ആ മേലാളന്മാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛന്മാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാർസ് ഉണ്ടല്ലോ, ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക് റോഡിലിട്ട് ജനം ചവിട്ടും. അതിനൊന്നും ഇനി കാലതാമസമില്ലടോ. പോകാവിടോ, പോകാൻ തന്നെ വന്നത്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും. അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങ് ഉണ്ടായിരിക്കും. लाइट उंडे गति डिजिटल डायरी decode it and download the details. Sir. പോലീസ് നീതി പാലിക്കുക. രാജിവെക്കുക. രാജിവെക്കുക. ഇതാണോ കലിയുഗത്തിന്റെ സവിശേഷത? അസുരന്മാർ ദേവന്മാരാകും, ദേവന്മാർ ചിലപ്പോൾ രാക്ഷസന്മാരാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. CM-ന് വിശ്വസിക്കാം. ക്ലിയർ എവിഡൻസുമായിട്ടാണ് രാമനാഥൻ വന്നിരിക്കുന്നത്. സർ, ഈ കേസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ്. സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുമാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അവസരം സാർ എനിക്കുണ്ടാക്കി തരണം. കേസന്വേഷണം മുന്നോട്ട് പോകുക തന്നെ വേണം. സത്യം തെളിയിക്കുകയും വേണം. അതെന്റെ കൂടെ പ്രസ്റ്റിജിന്റെ പ്രശ്നമാണ്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു സർ. കുറ്റം സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയില് കമ്മീഷൻ രാമനാഥനും പ്രതിസ്ഥാനത്താ. എടോ, മറ്റൊരു പ്രതി അപ്പുനത്തെ ഒളിപ്പിച്ചിരിക്കല്ലേടോ. തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൈമണിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, തന്റെ IPS തൊപ്പിയൊക്കെ തലവാക്കി വെച്ചേക്കത്തില്ല അവറാച്ചൻ. ഈ കട്ടക്കര് ഉറുമ്പരിക്കുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ മിനിസ്റ്റർ. തീ തിന്ന് വളർന്ന ഒരു ഉറുമ്പാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി. ഇത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം മാത്രം. ജസ്റ്റ് an interrogation. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? തനിക്ക് ആരാ അധികാരം തന്നെ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവറാച്ച. ആട്ടെ,
കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു. പോയി കാണും. അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാ പോരാ, പോയിരുന്നോ? പോയിരുന്നെങ്കിൽ അത് എന്തിന്? താൻ എന്നെ ഉണ്ടാക്കാനാടോ? ഇവിടെ ചത്തുപോയി അന്തോണിച്ച എന്റെ കൂടപ്പുറപ്പാ. ഞാൻ അവന്റെ വീട്ടിൽ പോകും. അത് എന്തിനാണെന്ന് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ പോയിരുന്നു. വായ്, എന്തിന്? അതൊരു ഫാമിലി പ്രോബ്ലം സംസാരിക്കാൻ പോയതാ. അതെ, ഫാമിലി പ്രോബ്ലം സംസാരിച്ചു, തമ്മിൽ പിണങ്ങി, വാഗ്വാദമായി, പിടിവലിയായി, അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. അതല്ലേ സത്യം? ഗോപേ, തെമ്മാർത്തരം പറഞ്ഞോ? അന്വേഷണം നടത്തി എന്നെ കൊലപാതകയാക്കാൻ നോക്കുന്നു. ഇത് തന്തയിലാരിയ. നിർത്തണോ? 10-25 വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കത്ത് വെച്ചും അവരെ മൂക്കളെ ചീറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു. തന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ വേണ്ട. തല്ലാൻ കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. ആടിച്ച് പിരുത്തുകളെ കള്ള പന്നി. പറഞ്ഞോ, താൻ എന്തിനാ അവരെ കൊന്നത്? ദൈവദോഷം പറഞ്ഞോ? ഞാൻ എന്തിനാണ് എന്റെ കൂടപ്പുറപ്പിനെ കൊല്ലുന്നേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കമ്മീഷണറെ, ഇത് ചീറ്റിങ്ങാ. ഇതിനെ അനുഭവിക്കും. ഞാൻ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങും. അപ്പൊ കാണിച്ചാലാണ് പട്ടി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോലീസുകാരെ പട്ടി പൂച്ചെന്ന് വിളിച്ചാണ്ടല്ലോ. മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്നും ഞാൻ നോക്കൂല. വ്യക്തമായി തെളിവായിട്ടോടെ ഞാൻ വന്നിരിക്കുന്നേ. കൊല്ലാൻ അല്ലെങ്കിൽ പിന്നെ താൻ ചരക്കാനോ രാത്രി അങ്ങോട്ട് പോയത്? ഗോപകുമാർ സാർ, ഇയാള് സത്യം പറയുമെന്ന് തോന്നുന്നില്ല. താനാ പുറത്തേക്കുള്ള വാലം കടച്ചേക്ക്. മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേൾക്കണ്ട. പോലീസ് മുറ എടുത്താ സാറിന്റെ മാനം പോവും. അത് വേണോ? വേണ്ട, മുറയൊന്നും എടുക്കണ്ട. ഞാനെല്ലാം തുറന്നു പറയാം. കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി CS സെബാസ്റ്റ്യന്റെ മോടെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. മേളിൽ ഇരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ. അടിച്ച് ഫിറ്റായി ചാച്ചി കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. ഒന്ന് കരയാതെ കുഞ്ഞെ, ആരെങ്കിലും കാണും. എന്താടി നിന്റെ വല്ലൊരു ചത്തോ? ഓ, വല്ലവന്റെ തല്ലുകൊണ്ട് അവിടെ അപ്പം ചാവാത്തന്റെ വിഷമ. നീ ഒന്നും മിണ്ടാതിരി. നിന്റെ വർത്തമാനം കേട്ടാ പിള്ളേരുടെ തല തിരിയും. ആ, മോള് വല്ലതും കഴിക്കേ. എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ആനിയുടെ കൂട്ടുകാരികളുടെ മുറിയിലുണ്ട്. മേരിയമ്മേ, അവളെ വിളിച്ച് വണ്ടിക്കേറ്റ്. മതി പാർട്ടി ആഘോഷമൊക്കെ. ഞാനിത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. എഴുന്നേക്കടാ പോത്തെ, എഴുന്നേക്കടാ. എന്താടാ, എന്താ പ്രശ്നം? എന്ത് പറയാനാ? കുടുംബത്തെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരുത്തി ഉണ്ടായി പോയില്ലേ? ഇവളെ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേടാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ അവളോട് പൊയ്ക്കോ. നാളെയോ മറ്റന്നാളോ നമുക്ക് അവളെ ഇവിടുന്ന് കടത്താം. നീ വിഷമിക്കാതിരിക്കേ. ആ പിന്നെ, എത്ര ഇരുട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും. പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം. അവര് പോയി 2 മണിക്കൂർ കഴിഞ്ഞാ ഞാൻ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ സമയം എന്തായി കാണും? ഒരു 10-10:30 കാണും. എന്നിട്ട് അവിടെ ചെന്ന ഞാൻ കാണുന്നത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന എന്റെ അനുജനെയും കുടുംബത്തെയായിരുന്നു. അവർ യാത്ര ചോദിച്ചു പോയത് കർത്താവിന്റെ അടുത്തേക്കാണെന്ന് എനിക്ക് അപ്പോഴാണ് കമ്മീഷണറെ ബോധ്യമായത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടൻ തന്നെ അഡീഷണൽ DGP ഗോമസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അഡീഷണൽ DGP തന്നെ വിളിച്ചു പറയാൻ കാരണം എന്താ? പിന്നെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഈ കൊലപാതകത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയം തന്നെയാ. അത് ശരി. അവറാച്ചൻ പറഞ്ഞ ഈ നുണക്കഥ ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു എന്ന് വരെയുള്ള കഥ സത്യം. ബാക്കിയൊക്കെ പച്ച കള്ളമല്ലേ അവറാച്ച? കള്ളം പറഞ്ഞ കാര്യം എനിക്കെന്തുവാ? എന്റെ കുടുംബം മുച്ചൂടും തകർത്തവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ അവറാച്ചൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? അപ്പൊ താണ്ടേതോ ഈ ഡിജിറ്റൽ ഡയറി ആരുടെയാ? പറയണം. ഇതങ്ങനെ എന്റെ കൈ വന്നു. ഇതെന്റെ കൈ വന്നതുകൊണ്ടാണല്ലോ അവറാച്ചൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഇതെനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റുവയുടെ ബംഗ്ലാവിൽ നിന്നാ. ഈ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ വന്ന മിനിസ്റ്ററെ? ഓ, ഇതാണോ താൻ കണ്ടുപിടിച്ച വലിയ കാര്യം? എടോ മന്ദബുദ്ധി കമ്മീഷണറെ, എന്റെ അനിയന്റെ ബംഗ്ലാവിൽ ഞാൻ തോന്നുമ്പോഴൊക്കെ പോകും. അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. എക്സാക്ട്ലി, വെച്ച് മറന്നു കാണും. പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ, എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറിയിൽ നിന്നല്ല, ബെഡ്റൂമിൽ നിന്നും അല്ല. പിന്നെ എവിടുന്നാ? കക്കൂസിന്നായിരിക്കും. അല്ല, എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം അറിയുന്ന. അവറാച്ചം വരണ്ടു പോയോ? ബാബുമാറേ, മിനിസ്റ്റർക്ക് ഒരു ജ്യൂസ് പറ. എനിക്കൊരു ചുക്കും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത്ര രഹസ്യമായി പണിത് വെച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ? എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം? പറ അവറാച്ച, പറ. എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ?
ആന്റണിയെ തലക്കടിച്ചു കൊന്നത് ഗോഡൌണി വെച്ചാ. അവിടെ ചോര തളം കെട്ടി കിടക്കുന്ന പാട് ഇപ്പോഴും ഉണ്ട്. താഴെ കിടന്ന ഡെഡ് ബോഡി എങ്ങനെ അവറാച്ച മുകളിൽ വന്നത്? അതോ ചത്ത് കഴിഞ്ഞ് അന്തോണിച്ച് നടന്ന മുകളിലോട്ട് കയറിയോ? അന്തോണിച്ചന് അണ്ടർഗ്രൗണ്ടിലിട്ട് കൊല്ലുകാരുന്നില്ല നീ. കർത്താവിനാണ്. അല്ല സാറേ. പിന്നെന്തിനാ നീ സീക്രട്ട് ഗോഡൌണിൽ ഇറങ്ങിയത്? പറടാ. പറയാ സാറേ, ഇന്നത്തെ കാലത്ത് മാനം മര്യാദ അഴിമതി കാണിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ഇനി മേടിച്ച തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? പോട്ടെ, ബാങ്കിൽ ഇടാൻ പറ്റുമോ? ഉടനെ ഇൻകം ടാക്സ്, വിജിലൻസ്, ഇന്റലിജൻസ്, മാങ്ങ, തേങ്ങ, എന്തൊക്കെ ഏടാകൂടങ്ങളാ. അതുകൊണ്ട് 10-25 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ അന്തോണിച്ചനെ ഏൽപ്പിച്ചത്. ആ കാശ് ഒളിപ്പിച്ച് വെക്കാനാ അണ്ടർഗ്രൗണ്ട് റൂം പണിതത്. അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും. അപ്പോ ഗോഡൌണിൽ നിന്ന് രൂപയൊക്കെ എന്ത് മുഴുവൻ താനടിച്ച് മാറ്റിയോ? അയ്യോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ആ കാശ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം അല്ലേ? ഈ ഡിജിറ്റൽ ഡയറിയും FIR-ൽ അഡീഷണൽ DGP മനഃപൂർവ്വം വിട്ട് കളഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും അവറാച്ചന്റെ രാത്രിയുള്ള ഈ വിസിറ്റും കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ചൻ മനസ്സിലാത്തത്? നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച് ഈ കൊലപാതകം ചെയ്ത് താനാണെങ്കിൽ തനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല. മിനിസ്റ്റർക്ക് തൽക്കാലം പോവാ. അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾക്കകഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാ നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാമല്ല അതിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയുന്നൊക്കെ ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ ഈ രാമനാരി ആരാ? അവന്റെ വരത്തിലേക്ക് മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ നല്ല ഇടി കിട്ടിണ്ടല്ലേ? അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം. ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയതാ ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം. താൻ ഒറ്റ കാരണം. ഞാൻ കാരണോ? പിന്നല്ലാതെ. അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുക്ക ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവേ, അതിനിപ്പോ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്. ശിവ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്. ബഹുമാന്യനായ പാതുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം. ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. മരിച്ചുപോയാ പോയെന്നേ ഉള്ളൂ. അതിലും വലിയ ശിക്ഷയായി. വേണ്ട, ഡെയ്സി മരിക്കണ്ട. അവളെ എനിക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഞാനവളെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. അപ്പോ ഡെയ്സിക്ക് സംസാരിക്കാൻ കഴിയാത്തടത്തോളം കാലം നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയ്സിയുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അതിനുള്ള അവകാശമുള്ളൂ. അത്ര പുറത്തവരെ ആൾക്കാർ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിന് ശേഷമേ അപ്പനെ കൊണ്ടുപോകാവൂ. സൂക്ഷിക്കണം നീ. പോ ഡോക്ടർ.
എന്റെ കർത്താവേ, ഈ കൊച്ചിന് ബോധം വീണ് സംസാരിക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ കാണാവുള്ളേ. അതെന്താ? എന്താണെന്ന് കൊലപാതകി ആരാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചെന്ന് പറയുന്നത് ഞാനായിരിക്കും. ഡബിൾ പ്രമോഷനാ കിട്ടുക. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരാ? റൂം ക്ലീൻ ചെയ്യണ സാറേ. ക്ലീനറാ. ക്ലീനിക്കോ? അപ്പേ ഇവിടെ അന്തരീക്ഷമൊക്കെ ക്ലീനാ. പോര് വാ. അപ്പു വിഷമിക്കാതെ പൊയ്ക്കോളൂ. ഡെയ്സിയുടെ കൂടെ ഞാനുണ്ടാവും. വേണ്ട, അപ്പു പോണ്ട. ഞാൻ പോയി നോക്കിട്ട് വരാം. നീ അപ്പുനെ കുട്ടി നേരെ വീട്ടിലേക്ക് പോയി. സാറിന് ഇപ്പോ മനസ്സിലായല്ലോ രാമനാഥന്റെ തനിനിറം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസിലെ പ്രധാന പ്രതിയെ സംരക്ഷിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോലും ഷെയിമാണ് സാർ ഇത്. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഡെയ്സിയെ കാണാൻ വന്ന മോനെ, അവളുടെ കുടുംബത്തെ മുഴുവൻ കുത്തി മലർത്തിയിട്ട് നീ അവളെ കാണാൻ വന്നിരിക്കുന്നോ? നീയാണല്ലോ ഇവന്റെ സഹായി. ഞാൻ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. നീ രാമനാഥന്റെ സംരക്ഷണത്തിലാണോ കഴിയുന്നത്? അല്ല. കള്ളം പറയുന്നോടാ റാസ്കൽ. ആറ്റുവ കുടുംബത്തെ കൊല ചെയ്യാൻ നിനക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതെന്ന് രാമനാഥനല്ലേ? ഞാൻ ആരും കൊന്നിട്ടില്ല. സിദ്ധാർത്ഥൻ വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്. ഇവനെ കൊണ്ട് തത്ത പറയുന്നോലെ ഞാൻ പറയിപ്പിക്കും. രാജൻ, അറസ്റ്റ് ചെയ്യും. സർ. രാജൻ, നിങ്ങൾ അവിടെ നോക്കൂ. അച്ഛന്റെ കൂട്ടുകാർ വന്നു. അങ്കിൾ നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നേ? ഓഹോ, നീയാണല്ലേ അവന്റെ വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ച് പറിക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി? കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണം സാർ. പാട്ടിക്കാഴ് പറടാ മോളെ, നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശൊളിപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്, വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാർ നീയാണല്ലേ? സിദ്ധാർത്ഥ,
പിടിച്ചു കയറി നായിന്റെ മോളെ ജീപ്പിനകത്ത്. സാർ എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ. അവനെ ഞങ്ങൾ പൂട്ടും, ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തടാ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജ് ആണ് അത്ര ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാവളെ. അതേടോ, ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും ബധിരരും ബുദ്ധിസ്ഥിരതയും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലാസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. പിടിച്ചു കൊടുത്തളിക്കുന്നത് നോയിന്റെ മക്കളെ. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നത്? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്. തോമസ് അലക്സാണ്ടർ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. മാറി മാറി ഭരണത്തിലേറുന്ന സർക്കാരിന്റെ കൊടിയുടെ നിറമനുസരിച്ച് സ്വഭാവത്തിന്റെ നിറവും മാറ്റുന്ന സൂത്രശാലി. രാഷ്ട്രീയ മേലാളന്മാർക്ക് എന്ത് വിടുപണി ചെയ്തും ആരെയും കൂട്ടിക്കൊടുത്തും അവർ ഛർദ്ദിക്കുമ്പോൾ സ്വന്തം അണ്ണാക്ക് തന്നെ കോളാമ്പിയാക്കി കൊടുത്തും തന്റെ കാര്യം കാണാൻ മടിക്കാത്ത ക്രിമിനൽ ബ്യൂറോക്രാറ്റ്. അന്തിക്ക് കാണുന്നവനെ തന്തേന്ന് വിളിച്ച് ശീലിച്ച തന്റെ നാവ് പിഴുതെടുക്കണമെങ്കിൽ പറ, താനല്ലേ കൊച്ചുകുട്ടനെ കൊല്ലിച്ചത്? ഒരു വാടക കൊണ്ട് ആയുധവും കൊടുത്ത് ഹോസ്പിറ്റലിൽ അയച്ച് ഡെയ്സിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ല? അല്ല അല്ല അല്ല. അപ്പൊ ഇതൊന്നും ചെയ്യിച്ചത് ഗോമസ് അലക്സാണ്ടർ അല്ല. എന്താണ് നിന്റെ ഉദ്ദേശം? സി, ഐ ആം യുവർ സുപ്പീരിയർ. യെസ്, യു ആർ മൈ സുപ്പീരിയർ. ഗോപകുമാർ, മിസ്റ്റർ സുപ്പീരിയർ ഓഫീസർ, ഇവനെ അറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? നിനക്കറിയാവിടെ യമനെ? അറിയാം. കൊച്ചുകുട്ടനെ ലോക്കപ്പിലിട്ട് കൊല്ലാൻ നിന്നെ അയച്ചതാരാ? ഗോമസ് സാർ.
ഡെയ്സിയെ കൊല്ലാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചതാരാ? അതും ഗോമസാണ്. കേട്ടല്ലോ മിസ്റ്റർ അഡീഷണൽ DGP. ഇനി എന്ത് പറയുന്നു? നാട്ടിൽ നിയമവും സമാധാനവും പാലിക്കേണ്ട പോലീസ് മേധാവി തന്നെ ഇത്രയും ക്രൂരമായ പാതകങ്ങൾ ചെയ്യുക? ഐ കാൻ ബിലീവ് ഇറ്റ്. എന്റെ കൺമുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അപ്പുവിനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കറിയില്ല. ഞാൻ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയതാ. അപ്പോ ഡെയ്സിയെയും കൊല്ലപ്പെട്ട കൊച്ചുകുട്ടന്റെ മൊഴിയിലെ പ്രധാന പ്രതി അപ്പുവിനെയും കൂടെ വകവരുത്തിയാൽ പിന്നെ കേസ് ഒരിക്കലും പൊങ്ങി വരില്ല താൻ ഉറപ്പിച്ചു അല്ലേ? അപ്പുവിനോട് എന്താ ഇയാൾ പറഞ്ഞേ? കുറ്റം സമ്മതിച്ച 50 ലക്ഷം രൂപ തരാമെന്നും പിന്നീട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞു. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ തല്ലിയത് പോലീസുകാരൊന്നുമല്ല, പോലീസുകാരുടെ വേഷോട്ട് ഇങ്ങേരുടെ ഗുണ്ടകളാ. DGP സാർ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇതിന് നിനക്ക് വല്ല ന്യായീകരണവും പറയാനുണ്ടോടാ? ആറ്റുവാനെയും കുടുംബത്തെയും കൊന്നത് കൂടാതെ എത്ര കൊലയാടാ നീ നടത്തിയത്? സത്യം പറ, ഇല്ലെങ്കിൽ നിന്റെ ശവമേ ഇതിനകത്ത് പുറത്തിറങ്ങൂ. കൊല്ലരുത്, ഞാനെല്ലാം പറയാം. സത്യമായിട്ട് ഞാനല്ല ആന്റണിയും കുടുംബത്തെ കൊന്നത്. വീണ്ടും കള്ളം പറയാൻ തുടങ്ങണം അല്ലടാ? സത്യമായിട്ടല്ല, ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നാ പറഞ്ഞു തുറയ്ക്ക്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഗോപകുമാറെ, അപ്പുവിനെ കൊണ്ടുപോയിക്കോളൂ. 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് സാർ? ആർക്ക് വേണ്ടിയാണ് സാർ? പറയ്. Very urgent message from police headquarters. Very urgent message from police headquarters. Additional DGP Gomes Alexander വെടിയേറ്റ് മരിച്ചു. സിറ്റിയിലുള്ള എല്ലാ പോലീസ് ഓഫീസർമാരും ഇമ്മീഡിയറ്റ് ആയി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണം. ഓവർ ഓവർ. Sit down. വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് കുറച്ചു മുൻപ് ഇവിടെ നടന്നത്. ആ സംഭവത്തിന് ഉത്തരവാദി കമ്മീഷണർ രാമനാഥനല്ലേ? അങ്ങേരെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ DGPയെ കമ്മീഷണർ മർദ്ദി ചവച്ചനാക്കി തൂക്കിയെടുത്ത് ജീപ്പിലിട്ടുകൊണ്ട് പോയത് ഗോമസാറിന്റെ കൊലയാളി അയാൾ തന്നെയാ. ഗോമസാറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ശവസംസ്കാരം പോലും കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് സാർ? ക്ഷമിക്കണം, അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളെ ഞങ്ങൾക്ക് കാന്ത സ്വന്തം സഹപ്രവർത്തകരുടെ ശവം തന്നെ നിങ്ങൾ. അത് ശരിയാ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, പോലീസുകാർക്ക് തന്നെ അന്ധനായ ഇയാളുടെ കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതിനെതിരെ എന്ത് ശിക്ഷ സാറ് തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തന്നെയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരണം. DGPയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സമയം ചോദിക്കുന്നത്. അതിനുശേഷം അഡീഷണൽ DGPയുടെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തരാം. ഡിയർ ഫ്രണ്ട്സ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അഡീഷണൽ DGP ഗോമസിനെ വെടിവെച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ നിഗമനം. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും പോലീസ് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റും 0.5 ആണ്. അതുകൊണ്ട് എങ്ങനെയാ ഒരു പോലീസുകാരനെ കൊന്നെന്ന് നിശ്ചയിക്കുന്നത്? അതേ പോയിന്റുള്ള ബുള്ളറ്റ് ഇടുന്ന വേറെ റിവോൾവറുകളില്ലേ? ശരിയാണ്, അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ഈ കൊല നടത്തിയത് നമ്മുടെ കൂട്ടത്തിലൊരാളാണ്. വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇൻസ്പെക്ടർ രാജൻ, ഒന്ന് വന്നേ. നിങ്ങളുടെ ഷർട്ടിന്റെ പുറകുവശം കീറിയിട്ടുണ്ടോ? എന്റെ ഷർട്ടൊന്നും കീറിയിട്ടില്ല. കമ്മീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ? ഹേയ്, കുറ്റം ഞാൻ തന്നെ ഏക്കാം, പക്ഷേ ഷർട്ട് കീറിയിട്ടുണ്ട്.
ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ രാജ? ദാ, കണ്ടോ, ഇത് ഈ ഷർട്ടിൽ നിന്ന് തന്നെ കയറിപ്പോയതാ. ഇരുട്ടത്ത് കോറിഡോറിലൂടെ ഓടി മറഞ്ഞ രൂപം കണ്ടപ്പോഴേ നിന്നെ ഞാൻ സംശയിച്ചതാ. പക്ഷേ ഉറപ്പിക്കാൻ വയ്യല്ലോ. ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് എവിടെ? അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. സർവീസ് റിവോൾവറിലെ ബുള്ളറ്റ് വീട്ടിൽ വെച്ചോ? എന്തിനാ? പിള്ളേർക്ക് കളിക്കാൻ? പറയടോ, ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് അല്ലേ അഡീഷണൽ DGPയുടെ നെഞ്ചത്ത് തറച്ചു കയറിയത്? ഞാൻ കൊന്നിട്ടില്ല. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയില്ലല്ലേ? പറയാ. താൻ പാതി ദൈവം പാതി നല്ലടോ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാ, എനിക്കുള്ളത് ദൈവം എന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ആര്? കമ്മീഷണറോ? വരണം, ഇരിക്കണം. അത് ഇവിടെ പറഞ്ഞതടോ, നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉടനെ അങ്ങോട്ട് വിളിക്കാം. എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? ഒരു സംശയമില്ല. തലയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഗുണശേഖരന്റെ ശരീരത്തിന് ചുറ്റുമുണ്ട് കണ്ണും കൊമ്പും കോമ്പലും എല്ലാം. പക്ഷേ മനുഷ്യന്റെ ശവം തിന്നുന്ന ഗുണശേഖരന്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിഡ്ഢിയായിട്ട് അഭിനയിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന താനൊരു രക്തരക്ഷസാണ്. മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. പറടാ, ആറ്റു ആന്റണിയും കുടുംബത്തെ നീ വെട്ടിയെറിഞ്ഞ എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കുത്തുനുറുക്കി നീ സംഹാര താണ്ഡവമാടിയത് എന്തിനാണ്? പവിത്രമായ ഗാന്ധി സേവാ സദനത്തിൽ വന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്ന. ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു നിന്റെ ഭാഗ്യം. ആ മഹാത്മാവിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കാം. കടന്നു പോടാ പുറത്ത്. നിന്നെ പോലെയുള്ളവർ ഭരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രപിതാവാകേണ്ടി വന്ന മഹാനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപകുമാർ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മൈ ഡിയർ ഹോണറബിൾ മിനിസ്റ്റർ. പൊതുജന സേവനം എന്ന നാടകം കളിച്ച് നീയും നിന്റെ സുഹൃത്ത് മന്ത്രി അവറാച്ചനും കൂടെ കട്ട് മുടിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോ നിന്നിലുള്ള ക്രിമിനൽ സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ ആന്റണിയുടെ ബംഗ്ലാവിൽ ആ തുക മുഴുവൻ അടിച്ചു മാറ്റാൻ നീ തീരുമാനിച്ചു. നിനക്ക് തുണയായി കേരളത്തിലെ അതിപ്രഗത്ഭനായ പോലീസ് മേധാവിയും. അവിടെ ഇരിക്കുന്ന കാശിൽ 10-50 കോടി ഹാവറാച്ചന്റെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉള്ളവൻ നാട്ടുകാരെ കൊങ്ങയ്ക്ക് പിടിച്ചുണ്ടാക്കിയതാ. ചേട്ടനും അനിനും കൂടി അതിന് കമ്മിയാണ്ടില്ല. ഗുണശേഖരന്റെ ഗുണം അവരറിയും. മിനിസ്റ്റർ ടെൻഷൻ അടിക്കാതെ, ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞ പണി ചെയ്ത കാശ് മുഴുവൻ കൈ ഇരിക്കുകയും ചെയ്യും. അവറാച്ചനോട്ടുള്ള ബന്ധം അങ്ങോട്ട് പോകത്തുമില്ല. സമ്പാദ്യം കുമിഞ്ഞു കൂടും തോറും എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. ആ കാശ് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു. CS-ന്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആൻ്റപ്പനും കുടുംബവും എന്തായാലും പോയിരിക്കും. അങ്ങനെ പോയാൽ അന്ന് തന്നെ സംഗതി നടപ്പാക്കുന്നു. പക്ഷേ താനും എൻ്റെ ഒപ്പം വേണം. ഞാൻ വെളിയിൽ നിന്ന് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം. രാജൻ മിനിസ്റ്ററോടൊപ്പം കാണും. ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. അവറാച്ചന് പരസ്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ, കള്ളപ്പണമല്ലേ. പിന്നൊരു കാര്യം, സംഗതി നടന്നു കഴിയുമ്പോ എന്നെ മറന്നേക്കരുത്. ഞാൻ മറക്കില്ലടോ ഗോമസേ. തനിക്കും തരും ഞാൻ 5 കോടി.
വാരി നിറക്കണം മുഴുവനും. ഇതിനകത്ത് കയറാനുള്ള ധൈര്യം നിനക്ക് അങ്ങനെ വന്നടാ പട്ടി. ഇതാര് പറഞ്ഞു നിന്നോട്? ഗുണശേഖര, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്റെയൊക്കെ പണം സൂക്ഷിച്ചൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് എന്തിനാടാ ഇത്? കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. വഞ്ചനയും ക്രൂരതയും മാത്രം കൈമുതലാക്കിയ നീ 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത് അഡീഷണൽ DGP ഗോമസിനെ വശത്താക്കി. എന്നിട്ട് നിന്റെ ആത്മസുഹൃത്തായ അവറാച്ചനെ കൊണ്ട് തന്നെ അയാളുടെ അനുജന്റെ ശവം ചുമപ്പിച്ച് നീ മുകളിൽ കിടത്തി. നിനക്ക് വേണ്ടി ഗോമസ് കൊച്ചുകുട്ടനെ വിലക്കെടുത്തു. എന്നിട്ട് അവനെ കൊല്ലിച്ചു. നാട് മുഴുവൻ ഇളകി മറിയുമ്പോഴും ബഹുമാന്യനായ മന്ത്രി തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിസമർത്ഥമായി നാടകം കളിച്ചു. ഒടുവിൽ കള്ളി വിളിച്ചെത്താവെന്നറിഞ്ഞപ്പോ നിന്റെ എച്ചിൽ നിന്ന് വളർന്ന ഈ പോലീസ് നായയെ കൊണ്ട് തന്നെ നീ ഗോമസിനെയും കൊല്ലിച്ചു. നിന്നെപ്പോലെ ഒരുത്തനെ ഈ രാമനാഥൻ നേരിട്ട് നിയമത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു പോലീസ് പടയോടുകൂടി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകാൻ എനിക്കാവും. പക്ഷേ തൊട്ടുപുറകെ ഈ രാജ്യത്തെ മുന്തിയ ഭരണാധികാരികളും പോലീസ് മേധാവികളും കോടികളുള്ള നിന്നെ രക്ഷിക്കാൻ എത്തുമെന്ന് എനിക്കറിയാം. മിടുക്കൻ, മിടുമിടുക്കൻ. നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്ക്. പക്ഷേ 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർക്കാൻ നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. എക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു ഉള്ളിൽ ചെയ്യാൻ പറ്റടാ. കാണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? പേടിക്കണ്ട, നിന്റെ കുഞ്ഞു താമസിക്കുന്ന അനാഥാലയത്തിലേക്കാ. അവനൊന്ന് കൊടുത്തേൻ. അവന്റെ ബോസ് ഇവിടെ നിൽപ്പണെന്ന് പറ. നിന്റെ മറ്റവനാ സംസാരിക്കേ. സാറേ, ഞാൻ അപ്പുവാ. ഞങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഓർഫനേജിൽ ബോംബ് വെച്ചിരിക്കുക. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള്. സാറൊന്നും മിണ്ടാത്ത
പറയുന്നു കമ്മീഷണറെ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവനാ ഗുണശേഖരൻ. നിനക്ക് എന്നെ വേണോ അതോ നിന്റെ പ്രിയപ്പെട്ടവരെ ജീവൻ വേണോ? 10 മിനിറ്റിനകം ആ ബോംബ് പൊട്ടും. നിന്റെ ഓർഫനേജ് ചാരമാകും. അതിനുള്ളിൽ നിന്റെ ജീവനായ അമ്മുമോളും നീ ഓമനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും പിന്നെ സർവരും ബന്ധുവരിക്കും. അത് സഹിക്കാൻ കഴിയോ നിനക്ക്? ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാം, എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ. പകരം നീ സ്നേഹിക്കുന്നവരെ ജീവൻ മാത്രമല്ല, നീ ആവശ്യപ്പെടുന്ന കോടികളും ഗുണശേഖരം തരും. എന്തു പറയുന്നു? എനിക്ക് രക്ഷപ്പെടാവോ? മൗനം സമ്മതമെന്ന് കരുതി ഞാൻ പോകുന്നു. താങ്ക്സ് രാമനാഥ, താങ്ക്സ്. നോ, നിന്നെ ഞാൻ വിടില്ല. എന്റെ മോളെ അവളുടെ അമ്മയുടെ അടുത്ത് പരലോകത്ത് വെച്ച് ഞാൻ കണ്ടോളാം. എന്നാലും നീ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടാൽ ഈ നാട്ടിൽ ഈ നിരവധി കുഞ്ഞുങ്ങൾ അനാഥരാവും, അച്ഛനില്ലാത്തവരാവും. ഭരണാധികാരിയുടെ വേഷമണിഞ്ഞ് പ്രജകളെ മുഴുവൻ നിർദ്ദയം കൊന്നെടുക്കുന്ന നിന്നെപ്പോലൊരു ക്രിമിനലിനെ കൊന്നിട്ട് ഞാനും എന്റെ മോളും എന്റെ കുടുംബവും എല്ലാം നശിച്ചോട്ടെ. നിന്നെ മതി എനിക്ക്. രാമനാഥൻ IPS, സിറ്റി പോലീസ് കമ്മീഷണർ. നീ രാക്ഷസനാണല്ലടാ പുല്ല്. അപ്പൊ ഞാൻ പോട്ടെ അപ്പുക്കുട്ടാ. ഇനി 5 മിനിറ്റേ ഉള്ളൂ ഇത് പൊട്ടാൻ. അതിനു മുമ്പ് എനിക്ക് ഗാന്ധി സേവാ സദനത്തിലെത്തണം. അവിടെ നിന്റെ ദൈവം രാമനാഥനെ എനിക്ക് സമാധിയിരുത്തണം. ഞങ്ങളെ വേണേ കൊന്നോ, ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ? ഇല്ല, അവനോടൊപ്പം അവന്റെ ജീവനായ എല്ലാം നശിക്കണം. എങ്കിലേ ഇബ്രാഹിമിന്റെ പക തീരൂ. ഓക്കെ, ഗുഡ് ബൈ. സുഖമരണം നേരുന്നു.
നിന്റെ ഭാര്യ മാത്രമല്ല, ഇപ്പൊ നിന്റെ കുഞ്ഞിനെയും ചുട്ടി ഞാൻ ചാമ്പലാക്കി. ഇനി എനിക്ക് നിന്നെ വേണം. അവനെ വിടരുത്, അവനെ പിടിച്ചോ. എന്താണോ താനീ കാണിച്ചേ? രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെ തല്ലിക്കൊല്ലാനാണ് എനിക്ക് IPS തന്നിരിക്കുന്നത്. അല്ലടോ, രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെയും ഈ നാട്ടിലെ ജനങ്ങളെയും സേവിക്കാനാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ജനദ്രോഹികളും കുറ്റവാളികളുമായ മന്ത്രിമാരെ രക്ഷിക്കാൻ IPS പറഞ്ഞിട്ടില്ല. തന്റെ അനിയനെയും കുടുംബത്തെയും വെട്ടി നുറുക്കിയവനാണോ ഈ കിടക്കുന്നത്? കോട്ടയം ചന്തയിലെ കൂലിത്തൊഴിലാളിയായിരുന്ന അവറാച്ചനും കാൽക്കാച്ചന് ഗതിയില്ലാതെ തേങ്ങാമോട്ടിച്ച് നടന്ന ഗുണശേഖരനും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ്. ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? ഉടുതുണിയില്ലാത്തവന് സ്വന്തം മേൽമുണ്ടൊരിഞ്ഞു കൊടുത്ത ഈ മഹാത്മാവിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ കപട നാടകം നടത്തുന്ന നിന്നെ പോലെയുള്ളവരെ എന്ന് ജനം തിരിച്ചറിയുന്നു, അന്നേ ഈ നാട് നന്നാവൂ. നാട് നന്നാവൂ. വേണ്ട, നോ, അടുക്കരുത്, കൊല്ലും ഞാൻ. നോ, വേണ്ട രാമനാഥ, വേണ്ട, അബദ്ധം കാണിക്കരുത്. ഡോണ്ട് മൂവ്. വേഗം
ആ